തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ നിഷേധത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കോൺഗ്രസും ബി.ജെ.പിയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും. മരിച്ച ബിസ്മീറിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ദാരുണമായ സംഭവമാണ് വിളപ്പിൽശാലയിൽ അരങ്ങേറിയത്. ഇതിൽ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുലർച്ചെ ഏതാണ്ട് 1:30 മണിയോടുകൂടി ബിസ്മിർ തീരെ അവശനായി ബിസ്മിർ എത്തുന്നു. ശ്വാസതടസ്സം നേരിട്ട് ബിസ്മിർ എത്തുന്നു. ബിസ്മിറിന് കൃത്യമായ ചികിത്സ നൽകുന്നില്ല എന്നുള്ള ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 24 വാർത്ത നൽകിയിരുന്നത്. ഇതിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ചികിത്സാ നിഷേധം ഉണ്ടായി എന്ന പരാതിയിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പരാതി നൽകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ആശുപത്രിക്ക് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യ ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൽ ആ പ്രാഥമിക അന്വേഷണത്തിനൊക്കെ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബി.ജെ.പിയുടെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അവർ മാർച്ച് ഏതാണ്ട് 10-11 മണിയോടുകൂടി ഈ മാർച്ച് ആശുപത്രിയിലേക്ക് നടത്തും. പോലീസ് ബന്ദോബസ്ത് തീർക്കും. എന്താണെങ്കിലും രാഷ്ട്രീയ വിഷയമായി കൂടി ഈ വിഷയം ഉയരുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് ഈ പരാതിയിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നു.